Good afternoon. Good afternoon. PDF കാണാമോ? PDF ആണോ? Good afternoon. Good afternoon. HMS സ്റ്റാർട്ട് ചെയ്തിരുന്നില്ലേ? ഇവിടെ വരെ പറഞ്ഞു. പാരഗ്രാഫുകൾ കംപ്ലീറ്റ് എടുത്താണോ? സെക്കൻഡ് പാരഗ്രാഫ്. Okay. Hospital information system benefits include improving patient satisfaction through improved communication, greater provider sensitivity towards patients, improved community awareness about their quality of services, and overall better use of services in the health system. Hospital information system benefits എന്ന് പറയുമ്പോൾ എന്താണ്? പ്രധാനമായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് അല്ലെ. നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് കമ്മ്യൂണിറ്റി അവയർനെസ് കൂടി ഇവിടെ ഇംപ്രൂവ് ചെയ്യണം. കാരണം എന്താണ്? ക്വാളിറ്റി സർവീസസ് ആണ് ഈ ഒരു സിസ്റ്റം കൊണ്ട് നമുക്ക് ത്രൂ ഔട്ട് ലഭിക്കുന്നത്. അതിനാൽ തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ബെറ്റർ യൂസസിന് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് വൈസും എന്താണ് നല്ലൊരു ബെറ്റർ യൂസസിന് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. Healthcare management software is a digitized system that helps in controlling health information of patients in healthcare facility. Healthcare management software എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു സിസ്റ്റം ആണ്? ഡിജിറ്റൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആണ് അല്ലെ. ഡിജിറ്റൈസ്ഡ് സിസ്റ്റം ആണ്. അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? കൺട്രോളിംഗ് ദ ഹെൽത്ത് ഇൻഫോർമേഷൻ ഓഫ് പേഷ്യൻസ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് വളരെയധികം സെക്യൂർ ആയിട്ടും നിയന്ത്രിതമായിട്ടും സൂക്ഷിച്ചു വെക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഒരു ഡിജിറ്റൈസ്ഡ് സിസ്റ്റം ആണ്. ആ ഡിജിറ്റൈസ്ഡ് സിസ്റ്റം എന്നുള്ള ഭാഗം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ.
ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ, എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു ഐ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് അതിന്റെ കോർഡിനേഷൻസ് വരുന്നത്, രജിസ്ട്രേഷൻ എങ്ങനെയാണ്, എൻക്വയറി റിസപ്ഷൻ ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇത് നമ്മൾ പഠിക്കുന്നത് കമ്പോണൻസ് ഓഫ് HIMS ആണ് കേട്ടോ. കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഏകദേശം 11 കമ്പോണൻസ് ഇതിന് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്, പേഷ്യന്റ് മാനേജ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ്, സ്റ്റാഫ് മാനേജ്മെന്റ്, സപ്ലൈ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ, ഇൻഷുറൻസ്, ലബോറട്ടറി, റിപ്പോർട്ട് മാനേജ്മെന്റ്, വാക്സിനേഷൻ ആൻഡ് സപ്പോർട്ട് മാനേജ്മെന്റ്. അങ്ങനെ 11 കമ്പോണൻസ് ആണ് HIMSനുള്ളത് കേട്ടോ. ഇതിൽ ഓരോ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് എന്താണ്? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയുള്ളതാണെന്ന് നോക്കുന്നത്. പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആണോ? എന്തെങ്കിലും ബ്രേക്ക് വരുന്നുണ്ടോ? ഓക്കെ. Managing appointments manually is not only monotonous but also increase the chance of making an error. Even a recent study, 16% of patients said they were more inclined to choose a hospital where they could schedule as alter or cancel appointments online. Okay. നമുക്ക് മാനുവലി ഈ അപ്പോയിന്റ്മെന്റ്സുകൾ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ എന്താണ് ഇപ്പോഴും ഓരോരുത്തർക്ക് ഫോളോ ചെയ്യുന്നുണ്ടല്ലേ, പേപ്പർ റെക്കോർഡ്സിൽ അല്ലെങ്കിൽ പേപ്പറിൽ നമ്മൾ ഓരോരുത്തരുടെ പേഷ്യൻസിന്റെ പേരും കാര്യങ്ങളും നമ്മളൊക്കെ എഴുതി വെച്ചിട്ട് സൂക്ഷിക്കുന്ന സംവിധാനങ്ങൾ തന്നെ അല്ലെ. അപ്പോയിന്റ്മെന്റ്സുകൾ അവർ വരുന്നതിനനുസരിച്ച് നമ്മൾ എഴുതി വെച്ച് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും പല ഹോസ്പിറ്റൽസിൽ അത് ചെയ്യുന്നുണ്ട്. ചെറിയ കുറച്ചുകൂടി ഉൾഗ്രാമങ്ങളുള്ള ഹോസ്പിറ്റലൊക്കെ ആയിരിക്കും കൂടുതൽ ഇപ്പോൾ അത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇററുകൾ വരാൻ സാധ്യതയുണ്ടോ? മാനുവലി ചെയ്യുന്ന സമയത്ത് ഒരു സിസ്റ്റം ഉപയോഗിക്കാതെ നമ്മൾ മാനുവലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇറർസ് വരാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ട് അല്ലെ? ഇല്ലേ? യെസ്. അപ്പൊ അത്തരം സാധ്യതകളൊക്കെ കുറയ്ക്കുന്നത് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ഒരു സിസ്റ്റത്തിന്റെ സഹായത്തോടെ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഒരു സ്റ്റഡി പ്രകാരം ഇവൻ a recent study that 68% of patients said they were more inclined to choose a hospital where they could schedule, alter or cancel appointments online. 68% ആളുകൾ എന്താണ് അവര് എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ്സുകൾ ചെയ്യുന്നത്? ത്രൂ ഓൺലൈനിൽ കൂടിയാണ് അല്ലെ. 68% റീസെന്റ് സ്റ്റഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവർ 68% ആളുകളും ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതും അപ്പോയിന്റ്മെന്റ്സിൽ ക്യാൻസൽ ചെയ്യുന്നതും എല്ലാം തന്നെ എന്താണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ. യെസ്. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതും. എന്താണ് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ മൊബൈൽ ആപ്പോ അല്ലെങ്കിൽ നമുക്ക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്താണ് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. നിങ്ങൾ എല്ലാവരും ഓൺലൈൻസിലായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്. ഓക്കെ. യെസ്. A hospital management system enables to add a scheduling option to the hospital website so that patients can easily schedule an appointment. Once the patient has reserved an appointment, the hospital management system will match the patient's illness to doctor areas of expertise. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം അത് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു പേഷ്യന്റിന്റെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു പ്രാവശ്യം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ സിസ്റ്റത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിലെന്താണ് അപ്ലോഡഡ് ആവുകയും നമ്മളുടെ ഏതാണോ നമ്മുടെ അസുഖം അനുസരിച്ചിട്ട് ഏത് ഡോക്ടേഴ്സിനെയാണോ കാണേണ്ടത് അതിനനുസരിച്ചിട്ട് ഏത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ഏരിയാസിലേക്ക് നമ്മളെ കണക്ട് ചെയ്യാനായിട്ട് എന്തിനു സഹായിക്കുന്നു? ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ അസുഖം എന്താണോ അത് ഏത് ഡോക്ടറിനെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത് ആ ഒരു ഏരിയയിലേക്ക് നമ്മളെ അതിലേക്ക് ആഡ് ചെയ്യപ്പെടും. ഓക്കെ. അപ്പൊ ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമുക്ക് ഏത് തരം ഡോക്ടറാണ് കാണേണ്ടത്, സ്പെഷ്യലിസ്റ്റുകളാണോ
എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് അവരെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, ഈസി ആയിട്ടാണ്. ഓക്കെ. The hospital management system will match the patient illness to the doctor area of expertise. It will then allocate them to next available specialist or the they prefer. ഇനി ഒരു പ്രാവശ്യം കണ്ടതിന് ശേഷം ഇനി നമുക്ക് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും അല്ലെ, മറ്റൊരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണമെങ്കിൽ എന്താണ് ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് അടുത്തൊരു എക്സ്പെർട്ടൈസിനെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് ആ പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് എന്താണ് ആ സ്പെഷ്യലിസ്റ്റിന്റെ സിസ്റ്റത്തിലേക്ക് അപ്പൊ തന്നെ എന്താണ് സെൻഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഡോക്ടറെ പോയി നേരിട്ട് കാണാനായിട്ടുള്ള അവസരങ്ങളും അവിടെ തന്നെ നമുക്ക് റെഡിയാക്കി തരും. Then it also updates the available slot in real time, avoid any perspective at the hospitals. അതായത് മറ്റ് ആശയക്കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ പേഷ്യൻസിന് എന്താണ് അവരുടെ അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട സ്ലോട്ടുകൾ റിയൽ ടൈമിൽ തന്നെ മറ്റ് ആശയക്കുഴപ്പം മറ്റ് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് ഇതൊക്കെ എന്താണ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്തുപയോഗിച്ചുകൊണ്ട് HMS ഉപയോഗിച്ചുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. പേഷ്യൻസ് ഓൺലൈനിൽ കൂടിയാണ് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നത്, അതിനനുസരിച്ചിട്ട് എന്താണ് അവരുടെ ഇൻഫർമേഷൻസ് അപ്പോയിന്റ്മെന്റ്സ് എന്താണ് ഓൺലൈനിലൂടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ മറ്റ് സമയങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ തന്നെ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് അവർക്ക് സഹായിക്കും. ഓക്കെ, then the next step in appointment booking is to gather medical documents. An HMS with a patient portal is used to collect documents and share the patient history with the doctors well in advance. If the patients require help at his or her house, the system will verify the doctor's availability for the remote visit and assign accordingly. In this way, patients can create an easy and error-free process by digitizing the appointment reserving process. Okay. In appointment, അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ പിന്നെ സംഭവിക്കുന്നത്? ഓരോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും എന്താണ് ആ ഒരു സിസ്റ്റത്തിൽ പല പല വെബ്സൈറ്റ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഓരോ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് എന്താണ് ആ ഒരു ഡോക്യുമെന്റ് വൈസ് ആയിട്ടാണ് അവിടെ സേവ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പേഷ്യന്റ് പോർട്ടൽസ് എന്ന് പറയുന്നത്. പേഷ്യന്റ് പോർട്ടൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് പേഷ്യന്റ് പോർട്ടലിൽ എന്താ ഉള്ളത് പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ആണ്. ഓക്കെ, അതായത് പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററീസും ഡോക്ടേഴ്സിന്റെ മറ്റു കാര്യങ്ങളും സ്പെഷ്യൽ അതായത് പേഷ്യന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ആ പേഷ്യന്റ് പോർട്ടൽസിൽ ഉണ്ടായിരിക്കും. ഓരോരുത്തരുടെ ID ഉപയോഗിച്ചുകൊണ്ട് അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാത്രമല്ല ഡോക്ടേഴ്സിന്റെ ഈ പേഷ്യന്റ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ട്, ഏതൊക്കെ ഡോക്ടേഴ്സിനെ ഏതൊക്കെ സമയത്താണ് വിസിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ് എറർ ഫ്രീ ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് നമുക്ക് റിസീവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അതായത് മറ്റ് പിശകുകളോ മിസ്റ്റേക്കുകളോ ഒന്നും ഇല്ലാതെ തന്നെ എന്താണ് കറക്റ്റ് കുറച്ച് ഓപ്ഷൻസും കുറച്ച് ക്ലിക്കുകളിലൂടെ നമുക്ക് എന്താണ് ഡോക്ടേഴ്സിനെ ആക്സസ് ചെയ്യാനായിട്ടും ഈസി ആയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് എടുക്കാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോ HMS ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സുകൾ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ HMSന്റെ മെയിൻ കമ്പോണന്റിൽ ഒന്നാണ് എന്ത് അപ്പോയിന്റ്മെന്റ് മാനേജ് ചെയ്യാന്നുള്ളത്. അതായത് പേഷ്യൻസിന് മറ്റ് ഇറേഴ്സുകളൊന്നും ഇല്ലാതെ തന്നെ സുഗമമായിട്ട് അവരുടെ അപ്പോയിന്റ്മെന്റ്സുകൾ കൈകാര്യം ചെയ്ത് ഇപ്പൊ ക്യാൻസൽ ചെയ്യാനാണെങ്കിലും സ്ലോട്ടുകൾ ഇടാനാണെങ്കിലും എന്താണ് ഈ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കാനായിട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റം വളരെയധികം സഹായിക്കുന്നു. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം ഇത് കംപ്ലീറ്റ് ആയിട്ട്. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് വായിച്ചു നോക്കി. മോണോട്ടോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരേ പ്രകാരമുള്ള എന്നൊരു മീനിങ് കേട്ടോ, ഒരേ പ്രകാരമുള്ള. അതായത് നമ്മള് ഇവിടെ പറഞ്ഞ എന്താണ് ഫസ്റ്റ് പോയിന്റില് അപ്പോയിന്റ്മെന്റ്സ് നമ്മൾ മാനുവലി ചെയ്യുന്നത് മോണോട്ടോണസ് ആണ്. അതായത് പണ്ട് മുതൽ നമ്മൾ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ശരിക്കും ഇറവ് വരുന്നുണ്ട്. അത് ഒരേ രീതിയിൽ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് പേര് എഴുതും, ആളുടെ നെയിം അല്ലെങ്കിൽ സമയം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയാണ് പോയിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണ് റെക്കോർഡ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നമ്മളെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽ ഒക്കെ ചാർട്ടിലൊക്കെ എഴുതിയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്
ഇപ്പൊ നമ്മൾ എഴുതുന്നതിൽ പല മിസ്റ്റേക്സുകൾ വരും അല്ലെ, ആശയക്കുഴപ്പങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സിസ്റ്റത്തിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താണ് കറക്റ്റ് ഇൻഫർമേഷൻസ് മാത്രമേ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കറക്റ്റ് ഇൻഫർമേഷൻസ് മാത്രമേ ആ സിസ്റ്റം ആക്ട് ചെയ്യുള്ളൂ, അത് ഓക്കെ ആക്സസ് ചെയ്തെടുക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു റീസെന്റ് സ്റ്റഡിക്ക് മുന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പണ്ട് നമ്മൾ മാനുവലി ആയിട്ട് അപ്പോയിന്റ്മെന്റ്സിൽ കൈകാര്യം ചെയ്തിരുന്നത്. അത് ചെയ്യുന്നതിനനുസരിച്ച് പല പല പിശകുകൾ, ചിലപ്പോൾ പേര് ഡ്രഗ്സ് എഴുതുന്ന സമയത്ത് മരുന്നിന്റെ പേരുകൾ സ്പെല്ലിംഗ് ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ എന്താണ് മരുന്ന് തന്നെ മാറും, ചിലപ്പോൾ രോഗികൾക്ക് പല ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇത്തരം സിസ്റ്റത്തിന്റെ സഹായം നമ്മൾ തേടുന്നത് കേട്ടോ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പിക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് ഓൺലൈനില് പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ്സ് കൈകാര്യം ചെയ്യുന്നത്? ഓരോ പേജസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ്സ്, ടൈം എൻഗേജ്മെന്റ്, പിന്നെ റെലവന്റ് കമ്മ്യൂണിക്കേഷൻസ്, അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് കേസ് ഹിസ്റ്ററി, പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ചാർട്ട് ഹിസ്റ്ററീസ് ആണ് ഇതിൽ വരുന്നത്. ഡെമോഗ്രാഫിക്സ്, പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും, ഏജ്, സെക്സ്, ജെൻഡർ എന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ദെൻ വെബ്സൈറ്റിലെ ആക്ടിവിറ്റീസും ഹിസ്റ്ററീസും എല്ലാം തന്നെ നമുക്ക് എന്താണ് ഈ ഒരു ഷെഡ്യൂൾസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് കമ്പോണന്റ് എന്താണ്? നിങ്ങൾ എല്ലാത്തിന്റെ പേര് പഠിച്ചാൽ മതി കേട്ടോ. ഈ എക്സ്പ്ലനേഷൻസിൽ വരുന്നതിലൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതില്ല, ഉള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞത് അതിനനുസരിച്ച് പിക്ക് ചെയ്ത് പോയാൽ മതി, അണ്ടർലൈൻ ചെയ്യാം. കമ്പോണൻസുകളുടെ പേരുകൾ പഠിക്കുക. ഇപ്പൊ ഫസ്റ്റ് എന്താ പഠിച്ചത്? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. അടുത്ത കമ്പോണന്റ് എന്താണ്? പേഷ്യന്റ് മാനേജ്മെന്റ്. എന്താണ് പേഷ്യന്റ് മാനേജ്മെന്റ്? After the patient orientation is completed, the patient is shifted to an IPD or OPD. ഇപ്പൊ നമ്മളുടെ ഒരു പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തു? പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് എടുത്തു. അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് അതില് ഓറിയന്റഡ് ആയിട്ട്, അതില് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ഒരു സിസ്റ്റത്തിലുണ്ട് അല്ലെ. അതിനുശേഷം പേഷ്യന്റ് നമ്മൾ എവിടേക്കാണോ പേഷ്യന്റിനെ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. എവിടേക്കാണോ, ഒന്നല്ലെങ്കിൽ IPയിലേക്കാണോ അല്ലെങ്കിൽ OPDയിലേക്കാണോ, അതിനനുസരിച്ച് അവരെ അതിൽ തന്നെ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവരതിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. The patient management modules of HMS caters to the necessities of the inpatient and outpatient department. Okay. The patient മാനേജ്മെന്റിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഓരോ മൊഡ്യൂൾസുകളായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് പേഷ്യന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? ഒരു മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ മൊഡ്യൂൾസ് ആക്കുമ്പോൾ എന്താണ്? ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഓരോ മൊഡ്യൂൾസിലും വരുന്നത്. ഇറ്റ് കളക്ട്സ് ആൻഡ് സ്റ്റോർ മെഡിക്കൽ ഹിസ്റ്ററി. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് വരുന്നതെന്നാണ് ഇത് പറയുന്നത്. ഇറ്റ് കളക്ട്സ് ആൻഡ് സ്റ്റോർസ് ദ മെഡിക്കൽ ഹിസ്റ്ററി, ട്രീറ്റ്മെന്റ് റിക്വയർഡ്, ഡീറ്റെയിൽ ഓഫ് ദെയർ പ്രീവിയസ് വിസിറ്റ്, അപ്കമിംഗ് അപ്പോയിന്റ്മെന്റ്സ്, റിപ്പോർട്ട്, ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ആൻഡ് മോർ. ഓക്കെ, അപ്പൊ ഓരോ മൊഡ്യൂൾസിൽ ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ കളക്ട് ചെയ്യപ്പെടുന്നതും സ്റ്റോർ ചെയ്യപ്പെടുന്നതും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടായിരിക്കും, ഏതൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ആൾക്ക് കൊടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയസ് വിസിറ്റിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അപ്കമിംഗ് ആയിട്ട് അപ്പോയിന്റ്മെന്റ്സ് എന്തൊക്കെയാണ്, റിപ്പോർട്ട്സ്, ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, ഇൻഷുറൻസ് കവറേജ് ഉള്ളവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, മറ്റുള്ളവ. ഇത്തരം കാര്യങ്ങൾ ഒരു മൊഡ്യൂൾ വൈസ് ആയിട്ട് അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഓക്കെ, എന്താണ് ഒരു പേഷ്യന്റിന്റെ വിവരങ്ങൾ നമ്മൾ ഈ സിസ്റ്റത്തിൽ ഓൾറെഡി പൂർത്തീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലാണ് എന്താ അവരുടെ വിവരങ്ങൾ ഒന്നില്ലെങ്കിൽ ഇൻപേഷ്യൻസ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പാസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ സിസ്റ്റത്തിൽ എന്താണ് ഓരോ സിസ്റ്റത്തിൽ പല മൊഡ്യൂൾസ് ഉണ്ട്. അപ്പൊ പല മൊഡ്യൂൾസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇറ്റ് ജനറേറ്റ്സ് യൂണിക് അഡ്മിഷൻ നമ്പേഴ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ യൂണിക് അഡ്മിഷൻ നമ്പേഴ്സ്. എന്താണ് യൂണിക് അഡ്മിഷൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണത്? യൂണിക് അഡ്മിഷൻ നമ്പേഴ്സ് ഓരോ പേഷ്യൻസിനും വേണ്ടിയിട്ടും അല്ലെ. യെസ്, it generate unique admission numbers for each patient to easily handle admissions, discharge and transfers. അപ്പൊ ഓരോ പേഷ്യൻസിനും വേണ്ടിയിട്ട് എന്താണ്
ഓരോ നമ്മള് ഒരു യൂണിക് അഡ്മിഷൻ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അതിലൂടെ നമുക്ക് എന്താണ് ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് അവർ ആക്സസ് ചെയ്യാൻ പറ്റും. അവർ അഡ്മിഷൻസ്, ഡിസ്ചാർജസ്, ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. It also build a comprehensive discharge summary to make sure smooth discharge. അപ്പോൾ നമ്മൾ യൂണിക് അഡ്മിഷൻ നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ ഡിസ്ചാർജ് ആവുന്ന പേഷ്യൻസിനാണെങ്കിലും മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ആ സിസ്റ്റത്തിൽ എന്താണ് അതിന്റെ പ്രൊസീജിയറും റെഗുലർ റൂൾസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് ഒരു ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ മറ്റ് എററൊന്നും വരാത്ത രീതിയിൽ ഡിസ്ചാർജിലൂടെ ആൾക്ക് ഓരോ പേഷ്യൻസിനും ഡിസ്ചാർജ് വാങ്ങി പോകാനായിട്ട് സാധിക്കും. At the same time, it records generate related documents, example, concerned forms of electronic signature. Okay. ഇനി എന്താണ് ഈ സെയിം ടൈമിൽ തന്നെ നമുക്ക് പല ഡോക്യുമെന്റ്സും ഇതുമായി ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിക് സൈൻസ് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇലക്ട്രോണിക് സൈനുകള് എന്താണ് ഇലക്ട്രോണിക് സൈൻസ് എന്ന് പറയുന്നത്? സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സിഗ്നേച്ചർ രോഗി ഇല്ലാത്ത പക്ഷം രോഗിയിൽ നിന്ന് നമുക്ക് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ആ സയൻസ് ഇപ്പൊ കൺസേൺ ഫോംസ് സമ്മതപത്രമൊക്കെ ഒപ്പിടണമെങ്കിൽ പേഷ്യൻസിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അതൊക്കെ ശേഖരിക്കാനായിട്ട് ഈ ഒരു സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. യെസ്. When you begin collecting and storing data on an HMS, default also eliminate the need to get this daily details of every visit. HMS enable doctors and staff to focus more on treatment than administrative work. Okay. Yes. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാര്യങ്ങള് ഒരു പ്രാവശ്യം പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് പിന്നെ അതിൽ നിന്നത് പോകുമോ? ആ ഡീറ്റെയിൽസ് നമുക്ക് ഏത് സമയത്ത് വിസിറ്റ് ചെയ്ത് കാണാൻ സാധിക്കോ? ഓരോ പ്രാവശ്യം ഡോക്ടറെ കാണുന്ന സമയത്ത് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഓൾറെഡി കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ ഡാറ്റാസ് എല്ലാം തന്നെ അതിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കാതെ തന്നെ എന്താണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഇത്തരം സിസ്റ്റത്തോട് നമ്മളെ സഹായിക്കുന്നത്. Yes. Now, if you wish to automate other activities like patient communication, consider integrating your HMS with marketing automation software. It will help you automate communication with the patients and doctors. You can send appointments and lab test reminders or follow up and create meaningful, long-lasting relationships. ഇനി നമ്മൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഇതിനകത്തുള്ളത് തന്നെയാണ് അല്ലെ. ഇന്റർഗ്രേറ്റ് ചെയ്ത് HMS-ഉമായിട്ട് ഇന്റർഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മാർക്കറ്റിംഗ് ഓട്ടോമേറ്റഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പേഷ്യൻസും ഡോക്ടേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് കുറച്ചുകൂടി ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് പേഷ്യൻസിന് അവരുടെ അപ്പോയിന്റ്മെന്റ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോളോ അപ്സ് ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റിമൈൻഡേഴ്സ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ നമ്മുടെ ഫോണിൽ ഇത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അപ്ഡേഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ഒരു ഫോണിലാണോ സിസ്റ്റത്തിലാണോ അതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് ഡോക്ടേഴ്സുമായിട്ട് നമുക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് സഹായിക്കുന്നു. അപ്പോൾ നല്ലൊരു എന്താ പറയാ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് തന്നെ എന്താണ് ഈ ഒരു ഓൺലൈനിൽ കൂടി നമുക്ക് നിലനിർത്താനും സഹായിക്കും. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത പേഷ്യൻസിനൊക്കെയാണ് കൂടുതൽ ഇത് ഉപയോഗപ്രദമാകുന്നത്. ഓക്കെ. അതായത് ഡയറക്റ്റ് ആയിട്ട് പേഷ്യന്റിനും ഡോക്ടേഴ്സിനും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കൂടിയാണ് ഇത്തരം സോഫ്റ്റ്വെയർസ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് സഹായികൾ ആരെങ്കിലും ഇല്ലാത്തവരുണ്ടാവാം. ഓക്കെ. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി എന്തായിരിക്കും ഇത്തരം സംവിധാനങ്ങൾ കുറച്ചും കൂടി സൗകര്യപ്രദമായിരിക്കും. ഓക്കെ. അപ്പൊ HMSന്റെ മറ്റൊരു കമ്പോണന്റ് ആണ് എന്ത്? പേഷ്യന്റ് മാനേജ്മെന്റ്. ഓക്കെ. പേഷ്യന്റ് മാനേജ്മെന്റിൽ എന്താണ് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡീറ്റെയിൽസുകളും സ്റ്റോർ ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് മൊഡ്യൂൾ വൈസ് ചെയ്താണ് നമ്മൾ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണ് അതിലുണ്ടായിരിക്കും. അതിനനുസരിച്ച് ഓരോ പ്രാവശ്യം നമ്മൾ ഡോക്ടേഴ്സിനെ കാണുന്നതിനനുസരിച്ച് ഇതിങ്ങനെ പറയണമെന്നില്ല. ഓൾറെഡി അതിലെല്ലാ ഇൻഫർമേഷൻസും ഡാറ്റയും സെക്യൂർ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച്
HMS-ന്റെ കൂടെ ഇന്റർഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ. അത് ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസും ഡോക്ടേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാൻ സഹായിക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ എന്താണ് HMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേഷ്യന്റിന്റെ അസാന്നിധ്യത്തിൽ എന്താണ് ഇലക്ട്രോണിക് സയൻസ് സിഗ്നേച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും എന്താ അതൊക്കെ ശേഖരിക്കാനും ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. ഓക്കെ, ദെൻ ഒരു യൂണിക് അഡ്മിഷൻ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേഷ്യൻസിന്റെ ആ ഡാറ്റാസിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും ഈ ഒരു സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? പേഷ്യന്റും ഡോക്ടറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ പിക്ചർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഓക്കെ, നിങ്ങൾ അയക്കുന്ന കമന്റ്സ് എന്തെങ്കിലും അയക്കുന്നുണ്ടോ? ഒന്ന് കാണുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ഫെസിലിറ്റി മാനേജ്മെന്റ്. അടുത്തൊരു കമ്പോണന്റ് ആണെന്ത് facility management. To facilitate a smooth experience for patients, it is necessary for staff to have easy access to necessary hospital records. A facility management module of HMS helps you to keep records of a bed availability, occupancy status of rooms with specialized care and more. Okay, facility management എന്ന് പറഞ്ഞ components എന്താണ്? Facility management എന്ന് പറയുന്നത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്? ഫെസിലിറ്റി മാനേജ്മെന്റ് പേഷ്യൻസിന് മാത്രമാണോ? പേഷ്യൻസിന് മാത്രമാണോ? അല്ല, പേഷ്യൻസ് മാത്രമല്ല, ഡോക്ടേഴ്സും സ്റ്റാഫിനൊക്കെ എന്താണ് ഈസി ആയിട്ട് പ്രത്യേകിച്ച് എന്താണ് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ ആക്സസ് ചെയ്യാനായിട്ടും പിന്നെന്താണ് മറ്റേതെങ്കിലുമൊക്കെ ബ്രാഞ്ചിലിട്ടൊക്കെ ഡോക്ടർ അവരുടെ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ എന്താണ് റിലേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിലൊക്കെ എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ് കൊണ്ട് കൊടുക്കാതെ തന്നെ നമുക്കിത് ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്താണ് ജസ്റ്റ് കുറച്ച് ഫ്യൂ ക്ലിക്സ് മതി. ക്ലിക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്താണ് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് കൂടുതൽ അവരെ സഹായിക്കും. പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്? ഹോസ്പിറ്റൽ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടത് അല്ലെ. എന്ത് ഫെസിലിറ്റീസിന്റെ കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് ബെഡ് അവൈലബിലിറ്റി അല്ലെ. കീപ് റെക്കോർഡ്സ് ഓഫ് ബെഡ് അവൈലബിലിറ്റി അല്ലെ. എവിടേക്കാണ് ബെഡ് അവൈലബിലിറ്റി ഉള്ളത്? ബെഡ് അവൈലബിലിറ്റി നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഏതൊക്കെ പേഷ്യൻസ് ആണ് ഡിസ്ചാർജ് ആയി പോയിരിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് എവിടെയാണ് റൂം വേക്കൻസീസ് ഉള്ളത്, അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ആ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏതൊക്കെ പേഷ്യൻസ് ഡിസ്ചാർജ് ആയിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഓരോ പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ഏരിയാസിലെ ബെഡ് അവൈലബിലിറ്റി ഇന്ന് നമുക്ക് സിസ്റ്റത്തിലൂടെ തന്നെ എന്താണ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. Then occupancy status of rooms with specialized care and more. എന്താണ് occupancy status എന്ന് പറയുന്നത്? നിലവിൽ എത്ര റൂമുകൾ ഉണ്ട് അല്ലെ, നിലവിൽ എത്ര റൂമുകൾ ഉണ്ട്, എത്ര പേരുടെ ഡിസ്ചാർജ് ആവാനുണ്ട് അല്ലെ, നമുക്കതൊക്കെ എന്തെങ്കിലും നോക്കിയാൽ അറിയാൻ പറ്റും. സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് എത്ര പേര് നിലവിലുള്ള സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും. എത്ര പേര് എപ്പോഴാണ് ഡിസ്ചാർജ് ആവാനുള്ളത്, നിലവിൽ എത്രത്തോളം റൂമുകൾ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കി കൃത്യമായിട്ട് എന്താണ് അവർക്കത് പേഷ്യൻസിന് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടും ഈ ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, it collects all such information and make it easily available to the receptionist. എന്താണ് collect all such information, make it easily available to the receptionist. എന്താണ് റിസപ്ഷനിസ്റ്റ് എന്താണ് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് ഈ സിസ്റ്റം അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓവറോൾ കാര്യങ്ങൾ ഈസി ആയിട്ട് അവൈലബിൾ ആക്കാനായിട്ട് അവർക്ക് ഈ സിസ്റ്റം സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് if a hospital has different facilities, then an HMS connect them to provide an overall picture. For example, doctors can access patient data from any hospital. Patients can visit any hospital in the basis of their convenience as all records are available online. ഇനി ഇവിടെ എന്താ പറയുന്നത്?
ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്ത് എന്താണ്, ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും അല്ലെ. പേഷ്യൻസിന് ഏതാണോ വേണ്ടത് അല്ലെ, അവർക്ക് ഏത് സൗകര്യങ്ങളാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അതൊക്കെ കൃത്യമായിട്ട് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഫോർ എക്സാമ്പിൾ, ഡോക്ടേഴ്സ് ക്യാൻ ആക്സസ് പേഷ്യന്റ് ഡാറ്റ ഫ്രം എനി ഹോസ്പിറ്റൽ. എന്താ പറയുന്നത്, ഡോക്ടേഴ്സിന് എന്ത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു? പേഷ്യൻസിന്റെ കംപ്ലീറ്റ് റെക്കോർഡ്സ് വേണമെങ്കിൽ പോലും എന്താണ്, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഡോക്ടേഴ്സിന് ഈസി ആയിട്ട് ഇപ്പൊ ഒരു റിസപ്ഷനിസ്റ്റിന്റെ സഹായത്തോടെ തന്നെ എന്താണ് ഈസി ആയിട്ട് ആ സിസ്റ്റത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ എന്താണ്, പേഷ്യന്റ് ക്യാൻ വിസിറ്റ് എനി ഹോസ്പിറ്റൽ ഇൻ ദ ബേസിസ് ഓഫ് ദിയർ കൺവീനിയൻസ് ആസ് all the records are available online. ഇനിയിപ്പോ നമുക്ക് എന്താണ്, ഇപ്പൊ മറ്റൊരു ഹോസ്പിറ്റൽ ആശ്രയിച്ചാൽ പോലും എന്താണ്, നമുക്ക് ഇപ്പൊ ഓൺലൈനിൽ നമ്മുടെ ഇൻഫോർമേഷൻ നമ്മുടെ ഡാറ്റാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഓൾറെഡി നമുക്ക് അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം അത് എടുക്കാനായിട്ടും സഹായിക്കും. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചിട്ടുള്ള ഫെസിലിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് വളരെ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ എല്ലാത്തരം ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ ഈ ഒരു ഭാഗം മാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയാൽ മതി. ഇവിടെ പറയുന്നത് ബെഡ് അവൈലബിലിറ്റീസും പിന്നെ എന്താണ് ബെഡ്സിന്റെ നിലവിലുള്ള സ്റ്റാറ്റസും അറിയാൻ വേണ്ടി മാത്രമുള്ളതെന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ മറ്റു ഫെസിലിറ്റീസും കൂടി അറേഞ്ച് ചെയ്യാനായിട്ടും എന്താണ് ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾസ് പേഷ്യൻസിനെ ഓൺലൈനിൽ സഹായിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അധികം പഠിക്കാനില്ല കേട്ടോ. ഇവിടെ ഇത് ബെഡ് അവൈലബിലിറ്റീസ് മാത്രം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. ബേസിക് ആയിട്ട് കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. HMS കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചും കൂടി വൈഡ് ആയിട്ട് റേഞ്ച് മൊഡ്യൂൾസ് കൈകാര്യം ചെയ്യുന്നതാണ് ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ റിലേറ്റ് ചെയ്ത് വരുന്ന ഓവറോൾ ആയിട്ട് എല്ലാ ഫെസിലിറ്റീസും പേഷ്യൻസിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, മിക്കതും പോപ്പുലർ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ഏറ്റവും കൂടുതൽ HMSന്റെ കൂടെ ഈ ഒരു HMSൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂൾ കൂടിയാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങളപ്പോ ഈ ഒരു പോയിന്റ് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. ബെഡ് അവൈലബിലിറ്റീസ് ആൻഡ് ഓക്യുപ്പൻസി സ്റ്റാറ്റസ് ഓഫ് റൂംസ്, അത് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. ഞാൻ 2 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ ഓഫ് HMS helps you to keep records of bed availability and occupancy status of rooms with specialized care and more. അത്രയും നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കമ്പോണന്റ് ആണ് സ്റ്റാഫ് മാനേജ്മെന്റ്. The staff management module facilities concrete solution to the HR department. It includes records of hospital staff, job description, service domain, and other important details. It helps you realize your staff without going through a heavy bundle of files. Additionally, it enables us to plan hiring process based on requirements of the hospitals. സ്റ്റാഫ് മാനേജ്മെന്റിന് പ്രത്യേകിച്ച് സ്റ്റാഫുള്ള ഒരു ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം സഹായിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് HR ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മിക്ക കാര്യങ്ങളും പ്രത്യേകിച്ച് അവിടുത്തെ എന്താണ് ഹോസ്പിറ്റൽ സ്റ്റാഫ്സിന്റെ റെക്കോർഡ്സുകൾ, ജോബ് ഡിസ്ക്രിപ്ഷൻസ്, സർവീസ് ഡൊമൈൻസ്, മറ്റു ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ്? സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് വായിച്ചു നോക്കണേ.
Okay. Yes, ഇപ്പൊ സ്റ്റാഫ് മാനേജ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നത്? ഹോസ്പിറ്റൽ സ്റ്റാഫ്സിന് കംപ്ലീറ്റ് റെക്കോർഡ്സുകൾ, ജോബ് ഡിസ്ക്രിപ്ഷൻസ്, സർവീസ് ഡൊമൈൻസ്, മറ്റു ഡീറ്റെയിൽസ് എല്ലാം. ഇതെല്ലാം തന്നെ ഹെൽപ്സ് യു റിയലൈസ് യുവർ സ്റ്റാഫ് വിത്തൗട്ട് ഗോയിങ് ത്രൂ എ ഹെവി ബണ്ടിൽസ് ഓഫ് ഫയൽസ്. അപ്പോൾ സ്റ്റാഫ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ഫയൽസുകൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ എന്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കും? നമുക്ക് ഇത്തരം ഡീറ്റെയിൽസുകൾ നമ്മൾക്ക് ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയറിലൂടെ അല്ലെങ്കിൽ എന്താണ് പ്രത്യേകിച്ച് HR ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങൾ, ഇപ്പോ എന്താ പറയാ, ഹയറിംഗ് പ്രോസസ്സോ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളാണെങ്കിൽ പോലും എന്താണ് നമ്മൾ അതെല്ലാം തന്നെ ഈ സിസ്റ്റത്തിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് ഫയൽസുകൾ ഉപയോഗിച്ചുകൊണ്ടോ ചാർട്ടർ ഉപയോഗിച്ചുകൊണ്ടോ അല്ല ചെയ്യുന്നത്. പ്രത്യേകിച്ച് എന്താണ് ആ ഒരു ഹയറിംഗ് പ്രോസസ് ഉൾപ്പെടെ തന്നെ നമ്മൾ എന്താണ് ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ്? ഒരു ഈ ഒരു സിസ്റ്റത്തിലൂടെ തന്നെയാണ് പ്രത്യേകിച്ച് സ്റ്റാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മാനേജ്മെന്റ് പ്രോസസ്സുകളും കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ HMSനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും മറ്റൊരു കമ്പോണന്റ് ആണ്, പ്രധാനപ്പെട്ട മറ്റൊരു കമ്പോണന്റ് ആണ് എന്ത്? സ്റ്റാഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ സ്റ്റാഫുകളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസുകൾ കണ്ടെത്താനായിട്ട് നമുക്ക് ഒരുപാട് ഫയൽസും ആവശ്യമില്ല, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരുപാട് റെക്കോർഡ്സുകളുടെ ആവശ്യം വരുന്നില്ല. മാത്രമല്ല എന്താണ്, ഏതാനും കുറച്ച് ക്ലിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ടും ഈ ഒരു സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അതാ സ്റ്റാഫ് മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ സപ്ലൈ മാനേജ്മെന്റ്. സപ്ലൈ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ സപ്ലൈസസ് ഏതൊക്കെയാണ്? മെയിൻ ആയിട്ടുള്ളതാണല്ല മെഡിക്കൽ സപ്ലൈസ് അല്ലേ. A hospital cannot afford to be short of medical supplies. Not having the medicine at the right time, a minor delay in refill can lead to severe result. The supply management factor of HMS track the availability of medical stocks. Okay. അപ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മെഡിക്കൽ സപ്ലൈസസ് എന്ന് പറയുന്നത്. യാതൊരു വിധത്തിലുള്ള മിസ്റ്റേക്സുകളോ ഡിലേയോ വരാതെ തന്നെ നമുക്ക് ആ മെഡിക്കൽ സപ്ലൈസസ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ അല്ലെ. അപ്പോൾ എന്താണ് മരുന്നുകൾ ഇപ്പൊ എന്തെങ്കിലും തരത്തിൽ ഷോർട്ടേജസുകൾ വന്നാലോ, എത്രത്തോളം മരുന്നുകളാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്, ആ മരുന്നുകളുടെ കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് ഒക്കെ സൂക്ഷിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ്? നമ്മള് ബൈ ഹാൻഡ് ആണോ? അല്ല, ഒരിക്കലും അല്ല അല്ലെ. ഇപ്പൊ എങ്ങനെയാണ് HMSന്റെ സപ്ലൈ മാനേജ്മെന്റിലാണ് മെഡിസിൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മെഡിക്കേഷൻസ് സ്റ്റോർഡ് ആണ്, ഏതൊക്കെ ട്രാക്സിൽ ഉണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഈ സപ്ലൈ മാനേജ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇറ്റ് റെക്കോർഡ്സ് ദ പർച്ചേസ് it helps you determine the minimum quantity of supplies required without any hassle. It records the purchase date, quantity consumed, and supplier details. This way you can calculate, forecast the next purchase and order, reorder before the stock goes short. It also provides the details of the medicine available so that the doctors can prescribe once in stocks. അപ്പൊ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ പ്രത്യേകിച്ച് സപ്ലൈ മാനേജ്മെന്റ് ആ മൊഡ്യൂൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എത്രത്തോളം മിനിമം ക്വാണ്ടിറ്റി സപ്ലൈസസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഇനി എത്രത്തോളം മരുന്നുകൾ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്, പർച്ചേസ് ഡേറ്റ് എപ്പോഴാണ്, ഏതൊക്കെ മരുന്നുകൾ ഏതൊക്കെ സമയത്ത് തീരും എന്നുള്ളതൊക്കെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് കാണാനും ഇതിനനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാനും മരുന്നുകൾ ഷോർട്ടേജ് വരാതെ തന്നെ നമുക്ക് എന്താണ് പർച്ചേസ് ചെയ്ത് വെക്കാനും നമ്മളെ ഈ ഒരു സപ്ലൈ മാനേജ്മെന്റ് സഹായിക്കുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ് എത്രത്തോളം ക്വാളിറ്റിയിലാണ് മരുന്നുകൾ വെച്ചിട്ടുള്ളത്, അത് ആരാണ് സപ്ലൈ ചെയ്യുന്നത്, എപ്പോഴാണ് അതിന്റെ പർച്ചേസ് നടത്തുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു മൊഡ്യൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാനും ആക്സസ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ മരുന്നിന്റെ അവൈലബിലിറ്റി കൂട്ടാനാണ് ശരിക്കും പറഞ്ഞ ഈ സപ്ലൈ മാനേജ്മെന്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിനനുസരിച്ച് ഷോർട്ടേജ് വരാതെ തന്നെ പേഷ്യൻസിന് ഓരോ മെഡിക്കേഷൻസ് കൃത്യമായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ സപ്ലൈ മാനേജ്മെന്റ് എന്താണെന്ന്?
വേറൊരു കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞില്ല, ട്രാൻസ്ഫർ പ്രൊവൈഡ് ദ ഡീറ്റെയിൽസ് ഓഫ് മെഡിസിൻ അവൈലബിൾ സോ ദാറ്റ് ഡോക്ടേഴ്സ് ക്യാൻ പ്രിസ്ക്രൈബ് ദ വൺസ് ഇൻ ദ സ്റ്റോക്സ്. ഇനി ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഏതൊക്കെ മരുന്നുകളാണ് അതിൽ ലഭ്യമായിട്ടുള്ളത്, ആ മരുന്നിന്റെ സ്റ്റോക്കുകൾ അനുസരിച്ച് മാത്രമേ അവരും എന്ത് ചെയ്യുള്ളൂ, പ്രിസ്ക്രിപ്ഷൻസ് എഴുതുള്ളൂ. ഓക്കെ, പേഷ്യൻസിന് മരുന്ന് കൊടുക്കണമെങ്കിൽ ഇത് സപ്ലൈ മാനേജ്മെന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ മരുന്നുകളാണ് അവിടെ സ്റ്റോക്കിലുള്ളത്, ആ സ്റ്റോക്കിലുള്ള മരുന്നുകൾ അനുസരിച്ച് മാത്രമേ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുള്ളൂ, അത് പ്രിസ്ക്രൈബും കൂടി ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് ഡോക്ടേഴ്സിനെയും കൂടി എന്ത് ചെയ്യും, സഹായിക്കുന്നുണ്ട്, സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, യെസ്, നമ്മൾ 5 കമ്പോണൻസ് ആണ് ഇപ്പൊ നോക്കിയത്. ഏതൊക്കെയാണ് HMSന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്? ഒന്ന് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്, പേഷ്യന്റ് മാനേജ്മെന്റ്, ഫെസിലിറ്റീസ്, സപ്ലൈ മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. The financial management factors of an HMS deals with the financial affairs of your hospital. It evaluates, stores, presents the billing information to the patients. In addition to this, this also records expense incurred by the hospital, revenue data, and other financial details of the hospital. In financial management എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മളൊരു സിസ്റ്റത്തിൽ തന്നെയാണ് എന്ത് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, യെസ്, അപ്പോ HMSന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിന്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബില്ലിംഗ് ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിലാണ് കൈകാര്യം ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ബില്ലിംഗ് ഇൻഫർമേഷൻസ് സൂക്ഷിച്ചു വെക്കാനും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂൾ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, in addition to the records of expense incurred by the hospital, revenue data, and other financial details of the hospital. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിന്റെ എക്സ്പെൻസുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്സുകൾ, മറ്റു റവന്യൂസ് ഡാറ്റാസ്, അങ്ങനെ ഫിനാൻഷ്യലായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂൾസിലാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, യെസ്, അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫിനാൻഷ്യൽ ആയിട്ടുള്ള അഫയേഴ്സുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്, പ്രത്യേകിച്ച് പേഷ്യൻസിന്റെ ബില്ലിംഗ് ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ്, ഒരു ഹോസ്പിറ്റലിലെ റവന്യൂ മറ്റ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും റെക്കോർഡ്സുകളും സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൈകാര്യം. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ബില്ലിംഗ് ഇൻഫർമേഷൻസ് തന്നെയാണ് കേട്ടോ. പേഷ്യൻസിന്റെ ബിൽസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സെറ്റിൽമെന്റ്സും കൈകാര്യം ചെയ്യുന്നത് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണോ? Then this consolidation save you the trouble of analyzing an enormous piles of record books. ഓക്കെ, നമ്മള് ഈ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്തുകൊണ്ട് തന്നെ എന്താണ്, ഒരുപാട് ഫയൽസിൽ ഇങ്ങനെ കണക്കുകൾ കുന്നുകൂടി കിടക്കാതെ, നമ്മള് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓരോ കണക്കുകളൊക്കെ ഇങ്ങനെ ഓരോ ഫയൽസിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പഴയ ഹോസ്പിറ്റൽസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിങ്ങനെ കുന്നുകൂടി കിടക്കാതെ തന്നെ എന്താണ്, നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും, എളുപ്പമാക്കാൻ പറ്റും, എല്ലാം സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്തരത്തില് ഫയലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള റെക്കോർഡ് ബുക്സുകൾ ഒന്നും തന്നെ ആ ഒരു സമയത്ത്, പ്രത്യേകിച്ച് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത്ര പിശകുകളും മിസ്റ്റേക്സുകളും ഒന്നും വരാതെ തന്നെ നമുക്ക് അതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഇതിലേക്ക് സഹായിക്കും. ഓക്കെ, ഒരുപാട് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒരുപാട് ബുക്കുകൾ എടുത്ത് നമുക്ക് കണക്ക് വിവരങ്ങൾ നോക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പമായിട്ട് എന്താണ്, സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഏത് തരം ഇൻഫർമേഷൻ ആണോ ബില്ലിംഗ്, ഏത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണോ, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ പോലും എന്താണ് അതിന് ഇൻഫർമേഷൻസ് വരും. അല്ലാതെ നമ്മൾ ഓരോ ഫയൽസ് ഇങ്ങനെ നോക്കി മറിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻഷുറൻസ് മാനേജ്മെന്റ്. An HMS insurance management component records and store patients' insurance details on requirement, at present policy number, insurance company, and other related information. The software make it easy to retrieve these details, making insurance validation easier. Okay, എങ്ങനെയാണ് ഇൻഷുറൻസ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്?
രോഗികളുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശദാംശങ്ങളും രേഖപ്പെടുത്തുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനും സ്റ്റോർ ചെയ്യുന്നതിനൊക്കെ എന്താണ് ഈ ഒരു ഇൻഷുറൻസ് മാനേജ്മെന്റ് ഷെഡ്യൂൾസ് സഹായിക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ എന്താണ് ഏത് ഇൻഷുറൻസ് ആണ്, അതിന്റെ പേര്, അതിന്റെ പോളിസീസ് നമ്പർ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് മറ്റനുബന്ധ വിവരങ്ങളെല്ലാം അതിൽ നമുക്ക് സ്റ്റോർ ആയിരിക്കും. അതായത് പേഷ്യന്റ് ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ ചൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിന്റെ നമ്പർ, പോളിസി നമ്പർ, ഏത് പോളിസി ആണ് എന്നുള്ള അതിന്റെ പോളിസി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം തന്നെ എന്തിലുണ്ടായിരിക്കും ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂൾസിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പേഷ്യൻസിന് എന്താണ് പ്രത്യേകിച്ച് ഡിസ്ചാർജ് ആവുന്ന സമയത്തൊക്കെ ഇൻഷുറൻസ് കവറേജസ് ഒക്കെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഏത് പേഷ്യന്റ് ആണ് ഏത് ഇൻഷുറൻസ് ആണ് സ്വീകരിച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് അവരുടെ ഇൻഫർമേഷൻസും അവരുടെ വിവരങ്ങളൊക്കെ നമുക്ക് സോഫ്റ്റ്വെയറിൽ ആ ഒരു നമ്പർ അല്ലെങ്കിൽ ഓരോ ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി നമ്പർ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് നമുക്കത് കിട്ടാനായിട്ട് ലഭിക്കും കേട്ടോ. ഓക്കെ, HMSന്റെ മറ്റൊരു കമ്പോണന്റ് ആണപ്പോ ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂൾസ് കേട്ടോ. ക്ലിയർ ആണോ? Next, laboratory management. The laboratory management features show the details of different lab test patients take. It provides reports when needed and maintain all records collectively. The doctors can easily access it. It also notifies the doctors and the patients when the results are ready. Okay. എങ്ങനെയാണ് laboratory management കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തില്? ലാബുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡീറ്റെയിൽസും എല്ലാം നിയന്ത്രിക്കുന്നത് എന്താണ് ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂൾ ആണ് കേട്ടോ. അതായത് ഡോക്ടേഴ്സിനെ ഇപ്പൊ ലാബിൽ വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇപ്പോൾ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിസൾട്ടിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വിളിച്ച് ചോദിക്കാതെ തന്നെ എന്താണ് പേഷ്യൻസിന്റെ ഒരു എന്താ പറയാ ചോദിക്കാതെ HMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഡോക്ടേഴ്സിന് ഈസി ആയിട്ട് ആ ടെസ്റ്റ് റിസൾട്ട്സുകൾ നോക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇതെല്ലാം തന്നെ HMSുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഈ ഒരു ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടേഴ്സിന്റെ പേഷ്യൻസിന്റെ ടെസ്റ്റ് റിസൾട്ട്സുമായി ബന്ധപ്പെട്ട ലാബ് റിപ്പോർട്ട്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ. ഓക്കെ, എളുപ്പമല്ലേ ഇതൊക്കെ? യെസ്. ഇനി അടുത്ത കമ്പോണന്റ് എന്താണ്? റിപ്പോർട്ട് മാനേജ്മെന്റ്. HMSന്റെ മറ്റൊരു കമ്പോണന്റ് ആണ് റിപ്പോർട്ട് മാനേജ്മെന്റ്. റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ റെക്കോർഡ്സ് ആൻഡ് സ്റ്റോർ ഓൾ റിപ്പോർട്ട് ജനറേറ്റഡ് ബൈ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ തരം അല്ലെ എല്ലാ റെക്കോർഡ്സുകളും റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾസ് വൈസ് ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, in the case of financial reports, it verifies performance metrics to check the business profitability. It also provides a comparison between performance reports for different years, and authorized persons can access the report at any time. Okay. ഇനി റിപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് അവരുടെ ലാഭം എത്രയാണ്, ഇനി അവരുടെ പോയ വർഷങ്ങളിലുള്ള മറ്റ് കണക്ക് വിവരങ്ങൾ എന്തൊക്കെയാണ്, എത്രത്തോളം അവർക്ക് മെച്ചം ഉണ്ടായി, അങ്ങനെയുള്ള കമ്പാരിസൺസ് ഒക്കെ ചെയ്യാനായിട്ടും ഈ റിപ്പോർട്ട് മാനേജ്മെന്റ് സഹായിക്കും. ഇനി എന്തൊക്കെ തരത്തിൽ അവർക്ക് പ്രോഫിറ്റും ലോസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നമുക്ക് എന്താണ് പിന്നെ അതേപോലെ തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലൊക്കെ എൻട്രി നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ മോഷ്ടിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, അവരെ കൃത്യമായിട്ട് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ തന്നെ പ്രത്യേകിച്ച് ബിസിനസ് ഹോസ്പിറ്റലിന് ആ ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം അവർക്ക് ലാഭം കിട്ടിയെന്നൊക്കെ നോക്കാനായിട്ട് നമുക്ക് ഈ റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ ഡാഷ്ബോർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഹെൽത്ത് ഡാഷ്ബോർഡ്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഈ ഗ്രാഫുകള് ചിത്രങ്ങളൊക്കെ കാണാറില്ലേ ചില റിപ്പോർട്ട്സുകളില്, പൈ ഡയഗ്രാംസ്, ഗ്രാഫുകള് ഒക്കെ കണ്ടിട്ടില്ലേ? ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻസ് ഒക്കെ കണ്ടിട്ടില്ലേ നമ്മള്?
ഓക്കെ, അപ്പൊ ഡാഷ്ബോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഡയഗ്രത്തിലൂടെയോ ചാർട്ടിലൂടെയോ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഹെൽത്ത് ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റത്തിലെ ഹെൽത്ത് ഡാഷ്ബോർഡ്സിലായിരിക്കുള്ളൂ ഹോസ്പിറ്റലിന്റെ റിപ്പോർട്ട്സ്, ഇപ്പൊ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വരും വർഷത്തിലെ കണക്കുകള്, ഇനി അവർക്ക് ഉണ്ടായ പ്രോഫിറ്റ്സ് കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യും, നമുക്ക് ഈസി ആയിട്ട് ആ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ എന്താണ് കൃത്യമായിട്ട് എത്രത്തോളം അവർ ഏൺ ചെയ്തിട്ടുണ്ട്, അവർക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടെന്നൊക്കെ ഈ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെ. അതായത് ഇത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു ഈ വർഷത്തിൽ, ഇത്ര പെർസെന്റേജ് നെക്സ്റ്റ് ഇയറിൽ ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ അതിന് മുന്നത്തെ വർഷങ്ങളിൽ അത് കുറവായിരുന്നു. അത് കൃത്യമായിട്ട് എന്താണ് നമ്മൾ ഗ്രാഫ് ഒക്കെ നോക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പെട്ടെന്ന് ഏതൊക്കെ വർഷങ്ങളിലാണ് ഹോസ്പിറ്റലിൽ മുന്നേറ്റം ഉണ്ടായെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാഷ്ബോർഡ്സുകൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സിസ്റ്റം ആണ് ഈ ഡാഷ്ബോർഡ്സ്. പ്രത്യേകിച്ച് റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ ആണ് ഡാഷ്ബോർഡ്സുകള്, പ്രത്യേകിച്ച് അതിന്റെ റിപ്പോർട്ട്സുകൾ നോക്കാൻ വേണ്ടിയിട്ട് അതിൽ റെഡിയാക്കിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിന്റെ നേട്ടം എത്രത്തോളം ഉണ്ടെന്നൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, മനസ്സിലായോ ഡാഷ്ബോർഡ്സ് എന്താന്ന്? ഡാഷ്ബോർഡ്സ് മനസ്സിലായോ? എഴുതി വെച്ചോളൂ വേണമെങ്കിൽ ഡയഗ്രത്തിലൂടെയോ ചാർട്ടിലൂടെയോ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനെയാണ് ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഏത് കമ്പോണന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്? റിപ്പോർട്ട് മാനേജ്മെന്റ് കമ്പോണന്റ്സ് ആണ് ഈ റിപ്പോർട്ട്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് വാക്സിനേഷൻ മാനേജ്മെന്റ്. അടുത്ത കമ്പോണന്റ് ആണ് വാക്സിനേഷൻ മാനേജ്മെന്റ്. A vaccination model keep track of all completed or upcoming vaccinations. It updates you about upcoming vaccinations and books a slot with the doctor. It is also sends timely reminders to parents to make sure they not miss the slot. നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുട്ടികള് വാക്സിനേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഓൺലൈനിൽ കൂടി ചെയ്യാറുണ്ടോ? നിങ്ങൾ വാക്സിൻസിന്റെ സ്ലോട്ടുകൾ എടുത്ത് ചെയ്യാറുണ്ടോ? നമ്മൾ കൊറോണ ഉണ്ടായ സമയത്ത് എല്ലാവരും സ്ലോട്ട് ഉപയോഗിച്ചിട്ടാണ് വാക്സിനേഷൻസ് ഒക്കെ ആക്സസ് ചെയ്തിരുന്നത്, ഓർമ്മയുണ്ടോ? കൊറോണയുടെ സമയത്ത് നമ്മൾ സ്ലോട്ട് ചെയ്തിരുന്നത്. യെസ്, അത് MSc കേട്ടോ. അതായത് വാക്സിനേഷൻ എപ്പോഴാണ് രോഗിക്ക് കൊടുക്കേണ്ടത്? ഇപ്പൊ ഒരു കുഞ്ഞിനെ കൊണ്ടൊക്കെ എന്താണ്, കുഞ്ഞിനെ ആണെങ്കിൽ നമുക്ക് അത് കൃത്യമായിട്ട് എന്താണ്, ഇപ്പൊ 5, 10, 15 വയസ്സിലൊക്കെ ഓരോ കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ ഉണ്ട് അല്ലെ. ഇഞ്ചക്ഷൻ 5 വയസ്സിലുണ്ട്, 10 വയസ്സിൽ, അങ്ങനെ ഇഞ്ചക്ഷൻസിന്റെ ഒരു പീരീഡ് ഉണ്ട്, ടൈം പീരീഡ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ സമയത്ത് വാക്സിനേഷൻസ് കൊടുക്കണം, അപ്പൊ അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് എന്താണ് വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂൾസ് ഉപയോഗിച്ച് ഓൾറെഡി നമ്മുടെ ഫോണിലാണെങ്കിലും സിസ്റ്റത്തിലാണെങ്കിലും അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. അതിനനുസരിച്ച് പിന്നെ എന്താണ് നമുക്ക് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട സ്ലോട്ട് ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ ഈ വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂൾസിലാണ് നമ്മൾ അതെല്ലാം ബുക്ക് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വാക്സിനേഷൻസിന്റെ ഓരോ ലിസ്റ്റ് ഔട്ട് ഉണ്ടായിരിക്കും. ഏതൊക്കെ വാക്സിനേഷൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് ഈ വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂൾസ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സപ്പോർട്ട് മാനേജ്മെന്റ്. സപ്പോർട്ട് മാനേജ്മെന്റ് എന്താണ്? സപ്പോർട്ട് മാനേജ്മെന്റ് patient satisfaction is of one of the importance of for any hospital. This segment records data like inquiries, complaints, requests, and feedback from patients. It also ensures that they handle these requests and problem appropriately, and at the earliest you can make automatic the feedback collection process automatic to reduce the staff's job load, and everyone could fill out the feedback form. എന്താണ് സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്? നമ്മൾ എന്തിലൂടെയാണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻസ് ഒക്കെ തിരിച്ചറിയുന്നത്? ഏത് മൊഡ്യൂൾസ് ഉപയോഗിച്ചിട്ടായിരിക്കാം? പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസിന് കംപ്ലൈന്റ്സുകൾ ഉണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ റിക്വസ്റ്റ് അഭ്യർത്ഥനകൾ ഉണ്ടാവാം. ഓക്കെ, പിന്നെ ഫീഡ്ബാക്സ്, എൻക്വയറീസ്, ഇതൊക്കെ അനലൈസ് ചെയ്യുന്നതും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അവര്? ഇങ്ങനെയായിരിക്കുള്ളൂ. എന്ത് സിസ്റ്റം, എന്ത് മൊഡ്യൂൾസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കുള്ളൂ?
നമുക്ക് നിങ്ങൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പഠിച്ചവരല്ലേ, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെ. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട അവരുടെ പരാതികൾ, അഭ്യർത്ഥനകള്, പിന്നെന്താണ് മറ്റ് ഫീഡ്ബാക്സ് തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ഡാറ്റാസ് ഒക്കെ ശേഖരിക്കുന്നതും അതേപോലെ തന്നെ എന്താണ് ഇവരുടെ ഈ ഫീഡ്ബാക്സിനും റിക്വസ്റ്റിനും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കൊടുക്കുന്നതും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. മാത്രമല്ല എന്താണ് സ്റ്റാഫ്സിനെ സംബന്ധിച്ചിടത്തോളം ഫീഡ്ബാക്ക് കളക്ഷൻ പ്രോസസ് ഓട്ടോമാറ്റിക് ടു റെഡ്യൂസ് ദ സ്റ്റാഫ് ജോബ്സ് ആൻഡ് ലോഡ് എവരിവൺ കുഡ് ഫിൽ ഔട്ട് ദ ഫീഡ്ബാക്ക് ഫോംസ്. അപ്പൊ ജീവനക്കാർ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനും പിന്നെന്താണ് രോഗികൾക്ക് ഓരോ നല്ല രീതിയിലുള്ള ഫീഡ്ബാക്സുകൾ കൃത്യമായിട്ട് എന്താണ് കൈകാര്യം ചെയ്യാനും ഫീഡ്ബാക്സിനനുസരിച്ചിട്ട് എന്താണ് അതിന്റെയൊക്കെ ഫോംസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കും. ഫീഡ്ബാക്ക് കൊടുക്കുന്നതിനൊരു ഫോം ഉണ്ട് അല്ലെ, ആ ഫോംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും കുറച്ചുകൂടി ആരായിരിക്കുള്ളൂ, സ്റ്റാഫ്സ് തന്നെയായിരിക്കുള്ളൂ കേട്ടോ. അതിനനുസരിച്ച് ഓരോ ഫോംസുകൾ ശരിക്കുള്ള പേപ്പർ ഫോംസ് അല്ലാതെ തന്നെ നമുക്ക് സിസ്റ്റത്തിൽ തന്നെ എന്താണ് ഈ ഫോംസുകൾ ക്രിയേറ്റ് ചെയ്യാനും അതിനനുസരിച്ച് ജീവനക്കാർക്ക് അവരുടെ ജോലിഭാരം കുറയ്ക്കാനായിട്ടും ഈ സപ്പോർട്ട് മാനേജ്മെന്റ് സഹായിക്കും. പ്രധാനമായിട്ടും എന്തിനാണ് കൈകാര്യം ചെയ്യുന്നത്? ഹോസ്പിറ്റൽ പേഷ്യൻസിന്റെ കംപ്ലൈൻസും അഭ്യർത്ഥനകളും അന്വേഷണങ്ങൾക്കും അല്ലെങ്കിൽ ഫീഡ്ബാക്സിനൊക്കെ ഈ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പേഷ്യൻസിന്റെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സപ്പോർട്ട് മാനേജ്മെന്റ്. ഓക്കെ, അങ്ങനെ 11 കമ്പോണൻസുകളാണ് HMSനുള്ളത്. 11 കമ്പോണൻസിന്റെ പേരുകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. പേരുകൾ മാത്രം പഠിച്ചാൽ മതി. പിന്നെ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണോ അത് മാത്രം പഠിക്കും. കാരണം ഇതിൽ നിന്നും ഉള്ളിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, പേര് മാത്രമാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ 11 കമ്പോണൻസും ബൈഹാർട്ട് ചെയ്തൊന്ന് പഠിക്കണേ. ഏതൊക്കെയാണ് കമ്പോണൻസ്? HMSന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? സപ്പോർട്ട് മാനേജ്മെന്റ്, വാക്സിനേഷൻ മാനേജ്മെന്റ്, റിപ്പോർട്ട് മാനേജ്മെന്റ്, സപ്ലൈ മാനേജ്മെന്റ്, ലബോറട്ടറി മാനേജ്മെന്റ്, പിന്നെന്താണ് ഇൻഷുറൻസ്, ഫിനാൻഷ്യൽ, സപ്ലൈ, സ്റ്റാഫ് മാനേജ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ്, പേഷ്യന്റ് മാനേജ്മെന്റ് ആൻഡ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. ഓക്കെ, 11 പേരും പഠിക്കണം കേട്ടോ. These are the components of a hospital management system. Okay. ഇതുവരെ ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ. ക്രിസ്മസ് ഒക്കെ എങ്ങനെ കാണുള്ളൂ. താങ്ക് യു.